ഇത്ര പെട്ടെന്ന് സാധനങ്ങളൊക്കെ തീർന്നോ? സാധനം മേടിച്ചിട്ടിപ്പം അധിക ദിവസമൊന്നും ആയില്ലല്ലോ. സാധാരണ ഞങ്ങൾ മാസത്തിലായിരുന്നു സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആഴ്ചയിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുക്കളയിൽ നിറച്ച് സാധനം ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി എടുത്ത് ചിലവാക്കരുത്. ഒരാളുടെ വരുമാനത്തിലായി എല്ലാവരും കഴിയുന്നതെന്ന് ഓർത്താൽ കൊള്ളായിരുന്നു. ആഴ്ചയിലൊക്കെ സാധനം മേടിക്കാനിരുന്നാൽ ഇവിടുത്തെ അവസ്ഥയ്ക്ക് കഷ്ടത്തിലാകും. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചിലവാക്കിയാൽ കൊള്ളാം. അതെന്തൊരു വർത്താനാണ് നീ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്? സാധനങ്ങൾ തീർന്നെങ്കിൽ സാധനങ്ങൾ അവൻ മേടിച്ചോളൂ. നീ അതിനകത്ത് നീ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നീ ആരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എൻ്റെ മോളും എൻ്റെ ചെറുമോനും ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ചിലവർ ആരും ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നത്? അവിടെ ആങ്ങളെ നോക്കിക്കോളും. കേട്ടല്ലോ, അവളവിടെ വന്ന് നിൽക്കുന്നത് അവളെ സ്വന്തം വീട്ടില്ല. അവൾക്കൊരു വിഷമം വരുമ്പോൾ അവൾ ഇവിടെ അല്ലാതെ പിന്നെ അവൾ എങ്ങോട്ട് പോകണം? എനിക്കും അവനിക്കൊന്നും ഇവളും കൊച്ചൊന്നൊരു ബാധ്യതയല്ല. നീ അത് മനസ്സിലാക്കിക്കണം. ഈ കുറേ ദിവസം കൊണ്ട് നീ ഓരോ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. എൻ്റെ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത്ര നിനക്ക് എന്താണ് ഇപ്പോൾ കുഴപ്പം? അവൾ നിനക്ക് എന്ത് ദ്രോഹം ചെയ്യുന്നു? അവൾ വന്നതിന് ശേഷം നീ ഈ അടുക്കളോട്ട് കയറിയിട്ടുണ്ടോ? ഒരു പരാതി പറയാൻ അവൾ വന്നിട്ടുണ്ടോ? പോട്ടെ, ഞാൻ വിചാരിച്ചെന്നാൽ അവളും ചെയ്തോട്ടെ. അവൾ അത്രയും നേരം അവൾ ചെയ്യുമ്പോൾ മനസ്സിന് പ്രയാസം മാറ്റണമെന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടാത്തത്. അപ്പോൾ അടുക്കളയിൽ നീ കയറൊന്നുമില്ല. നിനക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവൾ ഉണ്ടാക്കി തരുമ്പോൾ സാധനങ്ങൾ തീരുന്നതാണോ കുഴപ്പം? അതൊക്കെ നീ അറിയേണ്ട കാര്യം എന്തുവാ? ഞാനും അവനെ നോക്കിക്കോളാം. അതിന് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ ആയി നീ കുത്തുവാക്കിപ്പോൾ പറയാൻ തുടങ്ങിയത് കേട്ടോ. ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കി വേണം പെരുമാറാൻ.